ആവർത്തന പുസ്തകം നോക്കിയാൽ ബെന്യാമിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം കാണാനായിട്ട് സാധിക്കും. ഒന്നെടുക്കാമോ? ആവർത്തന പുസ്തകം അതിൻ്റെ 33-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നോക്കിക്കേ. അവൻ യഹോവയ്ക്ക് പ്രിയനാണ്, അവൻ യഹോവയ്ക്ക് പ്രിയനാണ്. തൽസന്നിധിയിൽ അവൻ ദൈവസന്നിധിയിൽ അവൻ നിർഭയനായിട്ട് വസിക്കാനായിട്ട് ഇടയായിത്തീരും. എന്താ കാര്യം? അവൻ പ്രിയനായതുകൊണ്ടാണ്. താൻ അവനെ എപ്പോഴും മറച്ചുകൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രിയരായിരിക്കുന്നവർ, അവരോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകൾ പ്രത്യേകത നിറഞ്ഞ് എപ്പോഴും എവിടെ പോയാലും ദൈവം നിന്നെ മറയ്ക്കും, തൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ ഒളിപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ ആമേൻ മറയ്ക്കും, തൻ്റെ ചിറകിൻ്റെ മറവിൽ നിനക്ക് അഭയം ലഭിക്കും. ദൈവം അത്രമേൽ നിന്നെ കരുതുന്നോ, അത്രമേൽ നിന്നെ സൂക്ഷിക്കുന്നു എന്നാണ്. തെസ്സലോനിക്കയിലുള്ള വിശ്വാസ സമൂഹത്തെ നോക്കി പറയുമ്പോൾ നിങ്ങൾ കർത്താവിന് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്, നിങ്ങൾ കർത്താവിന് ഒത്തിരി പ്രിയപ്പെട്ട. അങ്ങനെ പറയാൻ കാരണം എന്നാണെന്നറിയോ? ലോകത്തിൽ അവർ എല്ലാ നിലയിലും ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട് വരികയാണ്. ആമേൻ. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ നീ മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നതിൻ്റെയോ ഒക്കെ വേദന ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് ഓർത്തോണം. കർത്താവ് എന്നും നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ്. ദൈവം നിന്നെ ചേർത്ത് സ്വർഗം മുഴുവൻ നിൻ്റെ കൂടെയുണ്ട്, സ്വർഗം മുഴുവൻ നിൻ്റെ കൂടെയുണ്ട്, സ്വർഗം മുഴുവൻ നിൻ്റെ കൂടെയുണ്ട്. മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തിയേക്കാം, നിന്നെ വില കുറഞ്ഞവനായി കണ്ടേക്കാം, എന്നാൽ നീ ദൈവത്തിന് ആമേൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ആമേൻ, ഹല്ലേലൂയ.